الله عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട ഹാജിമാരെ, 4-5 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഹജ്ജിന്റെ സിറുകൾ, ഹജ്ജിന്റെ അസ്റാറുകൾ, അതിൻ്റെ അകപ്പൊരുളുകൾ, അതിനെക്കുറിച്ചാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ അറഫയിലെത്തി. അവിടെ ജനലക്ഷങ്ങൾ ഒരുമിച്ചുകൂടി നിൽക്കുന്ന അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അതിശക്തമായ തിരക്ക് പോകുമ്പോഴും വരുമ്പോഴും അവിടെ താമസിക്കുമ്പോഴും ഉണ്ടാകും. ചിലപ്പോൾ ആളുകൾ ഉച്ചത്തിൽ കരഞ്ഞ് ദുആ ചെയ്യുന്നുണ്ടാകും. വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ അവിടെ കാണാൻ സാധിക്കും. വ്യത്യസ്ത വിഭാഗങ്ങൾ, ഓരോരുത്തരും അവരുടെ ക്യാപ്റ്റന്റെ കീഴിൽ അങ്ങനെ പോകുന്നതും വരുന്നതും കാണാം. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒന്നാമത്തെ കാര്യം, മഹ്ശർ നമ്മൾ ഓർക്കുക. നാളെ ഖിയാമത്ത് നാളിൽ മഹ്ശറിന്റെ ഭൂമിയിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ ഓരോ ഉമ്മത്തുകളും അവരുടെ നബിമാരെ അന്വേഷിക്കുന്നത് ഓർത്തു നോക്കൂ. അതുപോലെ തന്നെ ഓരോ ഉമ്മത്തും ആ നബിയുടെ ശഫാഅത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. ആ മഹ്ശറിന്റെ ഭൂമിയിൽ ഓരോരുത്തരും പ്രയാസത്തോടുകൂടെ തങ്ങളുടെ നേതാവിനെ അന്വേഷിച്ചു കൊണ്ടുപോകുന്ന ആ ഒരു സന്ദർഭം, അതാണ് മഹ്ശറിലെ ഓരോ തിരക്ക് കാണുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത്. രണ്ടാമതായി നമ്മുടെ മനസ്സിൽ കൊണ്ടുവരേണ്ടത്, അപ്പൊ അറഫയിൽ നിന്ന് പോരുന്നത് വരെ ഇതൊരു മഹ്ശറയാണ്, ഞാൻ മഹ്ശറിൽ ഞാൻ രക്ഷപ്പെടണമെങ്കിൽ ഇവിടെ ഞാൻ മുതലാക്കണം എന്ന് വിചാരിച്ച് ഒരു സെക്കൻഡ് പോലും ഒഴിവില്ലാതെ അള്ളാഹുവിലേക്ക് കയ്യുയർത്തുക, ദിക്റിലായിരിക്കുക. രണ്ടാമത്തത്, ഇത് അറഫയാണ്, അറഫ ദിനമാണ്. വലിയ വലിയ മഹാന്മാർ ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ്. ലോകത്ത് കഴിഞ്ഞു പോയ മഹാന്മാരൊക്കെ ഒരുമിച്ച് കൂടിയ സ്ഥലമാണ്. ഇവിടെ എനിക്ക് ഉത്തരം കിട്ടുമെന്ന് കിട്ടുമെന്ന് പ്രതീക്ഷയുള്ള മനസ്സോടുകൂടെ അവിടെ നിൽക്കുക. ഇവിടെ എൻ്റെ ദോഷം പൊറുക്കുകയില്ല എന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അതാണ് ആ അറഫയിലെ ഏറ്റവും വലിയ തെറ്റ് എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. എനിക്കും പൊറുക്കും എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അവിടെ പരമാവധി അധ്വാനിക്കുക. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അറഫയിൽ നമ്മൾ മാത്രമല്ല ഉള്ളത്. ലോകത്ത് അള്ളാഹു ഓരോ അറഫ ദിവസത്തിലും അവിടെ ഒരുമിച്ച് കൂടുന്ന ആ ഒരുമിച്ച് കൂടലിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അള്ളാഹുവിൻ്റെ അക്താബുകൾ, അബുദാലിങ്ങളായ മഹാന്മാർ അവിടെ ഒരുമിച്ച് കൂടുന്നുണ്ട്. ആ ഒരുമിച്ച് കൂടലിൽ അവർ അള്ളാഹിനോട് ദ്വാരക്കുന്നുണ്ട്. അവരൊക്കെ ആരാ മഹാന്മാരെന്നറിയോ? അവർ ഏതെങ്കിലും ഒരു മജ്ലിസിലിരുന്നാൽ ആ മജ്ലിസിലുള്ള ആളുകൾ മുഴുവനും നാളെ രക്ഷപ്പെടും. അങ്ങനത്തെ ആളുകൾ തീർച്ചയായിട്ടും അറഫയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ വെറുതെയല്ല, നമ്മൾ മോശക്കാരാണ്. പക്ഷെ അറഫയിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അക്താബുകൾ ഒരുമിച്ച് കൂടുന്നുണ്ട്. നമ്മൾ അവരുടെ കൂട്ടത്തിലിരിക്കുന്ന ഒരാളാണല്ലോ. അതുകൊണ്ട് നമ്മളെ അള്ളാഹു വെറുതെ ആക്കൂല എന്ന് വിചാരിക്കുക. ആ വിചാരത്തോടുകൂടെ അറഫയിലെ ഓരോ സമയവും നമ്മൾ മുതലാക്കുക. നാലാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, മലക്കുകളുടെ സാന്നിധ്യം ഈ അറഫയിലുണ്ട്. അള്ളാഹു അവൻ്റെ പ്രത്യേകക്കാരായ മലക്കുകളെ ഇറക്കുകയാണ് നമ്മുടെ ദുആക്ക് ആമീൻ പറയാൻ, നമുക്ക് ദുആ ചെയ്തു തരാൻ. അതുകൊണ്ട് നമ്മുടെ ദുആ ഒന്നും വെറുതെയാവില്ല. എന്താണ് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വേണ്ടത്, അത് മുഴുവൻ ദ്വാരക്കുക. ഒരു ദുആ പോലും വെറുതെയാവുകയില്ല. അതിന് ആമീൻ പറയാൻ മലക്കുകളുണ്ട്, ആമീൻ പറയാൻ മഹാന്മാരുണ്ട്. നിങ്ങൾ പേടിക്കേണ്ടതില്ല, ദുആക്ക് സ്വീകരിക്കും. ഇത് സ്വീകരിക്കുമോ എന്ന് പേടിക്കുന്നത്, സ്വീകരിക്കപ്പെടില്ല എന്ന് വിചാരിക്കുന്നത്, അതൊരു വലിയ ദോഷമാണ് എന്ന് നമ്മൾ വിചാരിക്കുക. അഞ്ചാമതായി അവസാനം പറയാനുള്ളത്, നിങ്ങൾ കരഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ കരയാറുണ്ടോ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ? ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അറഫ ഉച്ചയായത് മുതൽ ളുഹ്ർ മുതൽ മഗ്രിബ് വരെ നിങ്ങൾ കരയുകയല്ലാതെ ഒരു മാർഗവും ഇല്ല. റബ്ബിന്റെ മുന്നിൽ രക്ഷപ്പെടണോ? ഈ അറഫയിൽ കരഞ്ഞുകൊള്ളുക. നമ്മൾ ചെയ്ത തെറ്റുകൾ ആലോചിച്ച്, റബ്ബിന്റെ മഹത്വം ആലോചിച്ച് കരയുക. കരച്ചിൽ വരുന്നില്ലെങ്കിൽ കരച്ചിൽ വരുത്തുക. കുറേ വരുത്തി തോർക്കുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് കരയുന്ന ആളാകും. അറഫയിൽ കരഞ്ഞില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കരയാൻ ഒരു സന്ദർഭമില്ല, ഒരു സമയമില്ല. മരിക്കുമ്പോൾ ചിരിക്കണോ? അറഫയിൽ കരഞ്ഞുകൊള്ളുക. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയാണ്, അഫ്ളലു ദുആഇ ദുആഉ യൗമി അറഫ. അറഫ ദിവസത്തെ ദുആയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദുആ. അതുകൊണ്ട് ആ സ്ഥലത്ത് വെച്ച് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരയുന്ന ദുആ അറഫയിലെ ദുആ ആയിരിക്കണം.
അള്ളാഹുവിനോട് കരഞ്ഞു തേടണം. ചെറിയ മക്കൾ ബാപ്പമാരുടെ മുന്നിൽ കരയുന്നത് പോലെ, ഉമ്മമാരുടെ കോന്തല പിടിച്ച് കരഞ്ഞ് കാര്യം സാധിക്കുന്നത് പോലെ അള്ളാഹുവിൻ്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് ദ്വാരിക്കുക. നമ്മുടെ കൽബ് പൊട്ടണം. നമ്മുടെ കൽബ് ഇത്രമേൽ കരയുന്ന ഒരു സന്ദർഭം വേറെ ഇല്ലാത്ത രൂപത്തിൽ മരുഭൂമിയിൽ മഹാന്മാരായ അഖ്താബുകൾ, ഔലിയാക്കൾ, മലക്കുകൾ ഒരുമിച്ച് കൂടുന്ന ആ പുണ്യഭൂമിയിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വാ ബീവിയും ഒരുമിച്ച് കൂടി ആ സ്ഥലത്ത്, ലോകത്ത് കഴിഞ്ഞു പോയ മഹാന്മാരെല്ലാവരും വന്ന് ദുആ ചെയ്ത ആ സ്ഥലത്ത്, അതാണ് നമുക്ക് ദുആ ചെയ്യാനുള്ള സ്ഥലം. അവിടെയാണ് നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ നിറവേറുന്നത്. അവിടെയാണ് നമ്മുടെ ആഖിറം വിജയിക്കുന്നത്. അതുകൊണ്ട് നല്ലവണ്ണം കരഞ്ഞ് ദുആ ചെയ്യുക. അവിടെയാണ് കരച്ചിലുകൾ ഉയരേണ്ടത്. അവിടെയാണ് കണ്ണുനീരുകൾ ഒലിക്കേണ്ടത്. അവിടെയാണ് ലക്ഷ്യങ്ങൾ നിറവേറേണ്ടത്. അവിടെയാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും ഉന്നതരായ അടിമകൾ ഒരുമിച്ച് കൂടുന്നത്. അവരൊരുമിച്ച് കൂടുന്ന പ്രദേശത്ത് ഒരുമിച്ച് കൂടിയവർ പോലും പരാജയപ്പെടൂല. അതുകൊണ്ട് നമ്മൾ അത്രയും വലിയൊരു ഭാഗ്യവാന്മാരാണ് എന്ന ചിന്തയോടുകൂടെ അറഫ മുതലാക്കുക. കരഞ്ഞ് കരഞ്ഞ് അള്ളാഹുവിന് വേണ്ടി പൊഴിക്കുന്ന കണ്ണുനീർ, അറഫയുടെ ഭൂമിയിൽ നമ്മുടെ കണ്ണുനീർ ധാരാളം മുറ്റിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ട്. അള്ളാഹു സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ഈ വിനീതന് വേണ്ടി പ്രവർത്തിക്കുന്ന അഡ്മിന്മാർക്ക് വേണ്ടി, അവരുടെ കുടുംബത്തിന് വേണ്ടി, അവരുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങളൊക്കെ നല്ലവണ്ണം ദുആ ചെയ്യണം. ദുനിയവിയും ഉഖ്റവിയുമായ എല്ലാ പുരോഗതിക്കു വേണ്ടിയും നിങ്ങളുടെ ദുആയിൽ നിങ്ങളോട് അപേക്ഷിച്ചു കൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ വിലപ്പെട്ട സമയം കവരുന്നില്ല. അള്ളാഹു നിങ്ങളെ മഖബൂലാക്കട്ടെ. അള്ളാഹു നിങ്ങളെ കബൂലാക്കട്ടെ. ആമീൻ. ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്, ഞങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കൂടെയുണ്ട് എന്ന വിചാരത്തോടുകൂടെ നിങ്ങൾ മുന്നോട്ട് പോവുക, ദുആ ചെയ്യുക. അള്ളാഹു കബൂലാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.